ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു മുരിങ്ങയ്ക്ക തീയലാണ്. സാധാരണ തീയൽ ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ ഈ തീയൽ ഉണ്ടാക്കി കാണിക്കുന്നത്. ചോറിനും ചപ്പാത്തിക്കും ഒപ്പം നല്ല കോമ്പിനേഷനായ ഈ മുരിങ്ങക്കായ തീയൽ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഈ തീയൽ തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വറുക്കാനായിട്ട് ഉണക്കത്തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അധികം വലിപ്പമില്ലാത്ത ഇടത്തരം ഉണങ്ങിയ തേങ്ങയാണ്. ഒരു മുറി ഉണക്കത്തേങ്ങയാണ് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് ഈ ഉണക്കത്തേങ്ങ കനം കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിൽ കനം കുറച്ച് ചെറുതാക്കി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മുരിങ്ങക്കായും തക്കാളിയുമാണ്. മുരിങ്ങക്കായ ഞാനിവിടെ ഒരു മുരിങ്ങക്കായും പിന്നെ ഒന്നിൻ്റെ പകുതിയും 1.5 മുരിങ്ങക്കയാണ് എടുത്തിട്ടുള്ളത്. ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. ചെറിയ ഉള്ളി തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി 1 കപ്പ് അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഞാനിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ച ഉണക്കത്തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. ഇത് വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ചൂടായ കടായിലേക്ക് ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ അളവിലാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച ആ ഉണക്കത്തേങ്ങ അങ്ങ് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി ബ്രൗൺ നിറം ആവുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഉണക്കത്തേങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് മൂത്ത് കിട്ടുന്നതാണ്. ഈ ഉണക്കത്തേങ്ങ വറുത്തരച്ച് തീയൽ വെച്ച് കഴിഞ്ഞാൽ തീയലിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുന്നതാണ്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. തീയങ്ങ് ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഉണക്കത്തേങ്ങയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ അളവിലാണ് ജീരകം ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കറി പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി 3 ടീസ്പൂൺ അളവിലും മല്ലിപ്പൊടി 2 ടീസ്പൂൺ അളവിലും മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ അളവിലുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ചെറിയ തീയിലിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് കോരി മാറ്റാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരണം. തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത്. നമ്മൾ വറുത്ത് വെച്ചിരുന്ന ആ തേങ്ങാക്കോട്ട് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. വെള്ളമൊന്നും ഒഴിക്കാതെ ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം. ആദ്യം വെള്ളമൊന്നും ഒഴിക്കാതെ വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഈ ഒരു പരുവത്തിൽ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ അരപ്പ് ഒരു മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ അരച്ച അരപ്പും മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കലക്കി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഈ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സ്റ്റവയിലേക്ക് വെച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ കറിക്ക് എത്ര വെള്ളം ആവശ്യമുണ്ടോ അത്രയും വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട, കറി കുറുകിയിരിക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. കറിക്ക് വെള്ളം ചേർക്കുമ്പോൾ കൂടിപ്പോയി കഴിഞ്ഞാൽ കുറച്ച് അധികം സമയം, ഒരു 5-10 മിനിറ്റ് സമയം കൂടി ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. കറി നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ആ മുരിങ്ങക്കായയും തക്കാളിയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. മുരിങ്ങ മുറിക്കുമ്പോൾ പിളർന്നു പോകാതെ ആ അറ്റം മാത്രം ഒന്ന് കീറി കൊടുത്താൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ചെറുതായി അരിഞ്ഞു വെച്ച ആ ചെറിയ ഉള്ളി അങ്ങ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിലിട്ട് ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം അടച്ച് വെച്ച് നമുക്കിത് ഒരു 5 മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം ഈ കറി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് അടച്ച് വെച്ച് തീ കുറച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് സമയം ഞാനിതൊന്ന് വേവിച്ചെടുക്കുകയാണ്. 5 മിനിറ്റ് കഴിഞ്ഞു. ഈ അടപ്പൊന്ന് തുറന്ന് നോക്കുകയാണ്. മുരിങ്ങക്കായ തീയൽ ഇവിടെ റെഡിയായിട്ടുണ്ട്. ചാറൊക്കെ കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. മൺചട്ടിയിൽ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ തണുക്കുമ്പോൾ കുറച്ചുകൂടി കുറുകി കിട്ടുന്നതാണ് ഈ കറി.
അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ മുരിങ്ങയ്ക്ക തീയൽ നിങ്ങളും തയ്യാറാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി അറിയിക്കാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.